അതും ഇവിടെ വലിയൊരു പ്രശ്നം നടക്കാൻ പോകണമെന്ന് എനിക്കൊരു സംശയം ചേച്ചി. അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ഇവിടെ ഞാനുണ്ടാകുമ്പോ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. യുനോ, ധൈര്യമായിട്ടിരിക്കുക. വേണമെങ്കിൽ അപ്പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് പ്രശ്നം പരിഹരിക്കാം. Are you interested? Yes. Then come on. ലക്ഷ്മി കുട്ടി, ഉണ്ടോ? എങ്ങനെയുണ്ട്? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു കിച്ചണാണ്. എന്താണ് അഭിപ്രായം? കൊള്ളാം. പ്രേക്ഷകരെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യട്ടെ. വെൽക്കം ടു ഈസ്റ്റേൺ പ്രസൻസ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് രുചിച്ചോണം, പവർഡ് ബൈ മിസ്റ്റർ ഗോൾഡ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, co-powered by Milma and special partner Hawkins Cookware. ലക്ഷ്മി, ഉണ്ടോ? ഈ പൂച്ചയുടെ സ്വഭാവമുള്ള ലക്ഷ്മിക്ക് എങ്ങനെയാണ് ഈ CID റോള് കിട്ടിയത്? കണ്ടിട്ട് CID പോലെ തോന്നി. ബുദ്ധിയായിട്ട് തോന്നുന്നുണ്ടോ എന്നെ? ബുദ്ധിജീവി ഉണ്ടോ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലെ? പറഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ആണോ? അതിലൊരു കണ്ണാടി ഉണ്ട് എനിക്ക്. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്യാരക്ടർ ആണല്ലേ. നമ്മുടെ 5 സുന്ദരികളിലെ എല്ലാ സുന്ദരിമാരെയും മാക്സിമം നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കാരണം ശരിക്കും അവരെങ്ങനെയാണ് എന്നറിയാൻ ഒരു നമുക്കുണ്ടല്ലോ ഒരു കൗതുകമൊക്കെ. CIDമാർക്ക് മാത്രം മതിയോ? എന്താണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോണത്? നമ്മള് ഓണത്തിന് സ്പെഷ്യലായിട്ട് കൂട്ടുകറി ഉണ്ടാക്കാൻ പോണം. ഓക്കെ, ഫ്രഷ് ഐറ്റം ആണല്ലോ. അതെ അതെ. ആക്ച്വലി നമ്മളിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഡിഷസ് ആണെങ്കിലും ഓരോത്തിനും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ് CID ഒരു ചെറിയ ട്വിസ്റ്റോടെയാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അല്ലേ? എന്താണ് ഇവിടുത്തെ ട്വിസ്റ്റ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം? അതെന്താണ് പരിപാടി? നമ്മള് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതില്. അപ്പം കൊറേ ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട. 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് തീർക്കാം. അപ്പൊ വെജിറ്റബിൾസിനായിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ട്? വെജിറ്റബിൾസിനായിട്ട് നമ്മുടെ പച്ചക്കായില്ലേ, പച്ചക്കായുണ്ട്, കിഴങ്ങുണ്ട്, പടവലങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, അതുപോലെ തന്നെ വെള്ളരിയുണ്ട്. ഇത്ര സാധനങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. പിന്നെ എല്ലാവരും ഈ കറുത്ത കടല അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതിൽ വൈറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ട്വിസ്റ്റ് ഒന്നല്ല, 2 ഉണ്ട്. അതെ, ഷോർട്ട് കട്ട് ടു കൂട്ടുകറി പ്ലസ് ബ്ലാക്ക് ചനയ്ക്ക് പകരം വൈറ്റ് ചന. അതെ. പിന്നെ വേറെന്തൊക്കെയുണ്ട്? പിന്നെ ഒരു മസാലക്കൂട്ടുണ്ട്. അതും സിമ്പിൾ ആയിട്ട് അരച്ചതാണ്. അത് തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ ജീരകം, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ശർക്കര, കുരുമുളക് പൊടി, കറിവേപ്പില, പച്ചമുളക്, കടുക്, ഉഴുന്ന്, അതുപോലെ നമ്മുടെ ചുവന്ന മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്. പിന്നെ ഇതും ഒരു തേങ്ങയും മുളകും അതുപോലെ തന്നെ കടുക്, കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് വെച്ചൊരു മസാല. പിന്നെ മുളക് പൊടി. ഇതൊക്കെയാണ്. മുളക് പൊടിക്ക് പിന്നെ നമ്മൾ വേറെ എവിടെയും പോണ്ട. മഞ്ഞപ്പൊടി ആയാലും മുളക് പൊടി ആയാലും നമ്മുടെ ഈസ്റ്റേൺ തന്നെ ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് അവിടെ ഇരുന്ന് കാണട്ടെ. പ്രശ്നമൊന്നുമില്ലല്ലോ? ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യാൻ അറിയാലോ? അറിയാതിരിക്കല്ലേ? വേണമെങ്കിൽ ഓൺ ചെയ്ത് തരാം. തുടങ്ങിക്കോളൂ. അത് നമ്മുടെ ക്ലൈമാക്സോന്റെ പാനാണ്. ഭയങ്കര എളുപ്പമാണ് ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും അതിൽ കുക്ക് ചെയ്യാൻ. കാരണം അടിക്ക് പിടിക്കത്തില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നടക്കും. കുക്ക് വിത്ത് കെയർ, കുക്ക് വിത്ത് ക്ലൈമാക്സ്. സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടം എത്രയാണോ അത് വെച്ച്. കുക്ക് ചെയ്യാറുണ്ടോ പൊതുവെ ലക്ഷ്മി? വീട്ടിൽ കുറച്ച് കുക്ക് ചെയ്യും. എന്താണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്? എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അടിപൊളി. ബിരിയാണി ഒക്കെ കുക്ക് ചെയ്യുന്ന ആളല്ലേ? സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയല്ല. ഹോട്ട് പോട്ട് ബിരിയാണി ആയിരിക്കും. ഒരേ പാത്രത്തിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നത്. അതെ അതെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി. ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറി ലീവ്സും അതുപോലെ പച്ചമുളകും കൂടി ഇടണം. ലക്ഷ്മി പഠിക്കുവാണോ? ശരിക്കും പഠിക്കും. എന്താണ്? ഞാൻ MBA സെക്കൻഡ് ഇയർ പഠിച്ചോണ്ടിരിക്കുക. ഡിസ്റ്റൻസ് ആയിട്ട് ഷൂട്ട് ഉള്ളത് കൊണ്ട് ഇതിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം മതിയാവുമായിരിക്കും അല്ലെ? ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. കൂട്ടുകറി നമ്മൾ കുറച്ച് സെമി ഡ്രൈ ഡിഷ് ആണല്ലോ അല്ലെ?
ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി എന്താ പരിപാടി ശരിക്കും? എന്താണ് ലക്ഷ്മിയുടെ സ്വപ്നം? ഓക്കെ, ആക്ടിങ് ഫീൽഡിൽ നല്ലൊരു ചാനലിൽ ഒരു ലോഞ്ച് കിട്ടി, നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഇനി അങ്ങോട്ട് എന്താ ആഗ്രഹം? എന്താ പറയാ, വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് നടക്കും. എന്താണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്? എന്താ? അച്ഛനും അമ്മയും സേഫ് ആക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ മീൻസ്. അച്ഛനും അമ്മയും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കൊടുത്താൽ പോലും അവർ ഭയങ്കര ഹാപ്പി ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ അവരെ ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കണം. ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലേ അച്ഛനും അമ്മയും ഫാമിലി ആയിട്ട്? എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം ഞാനും 10 വയസ്സ് മുതൽ ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അഫ്കോഴ്സ് നമ്മള് ബാക്കി കാര്യങ്ങളൊന്നും നോക്കില്ല, നമ്മള് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യും, നമ്മൾ ടെലിവിഷനിലൊക്കെ കയറി. പക്ഷെ പിന്നെ അങ്ങോട്ട് നമ്മുടെ സ്വപ്നം അച്ഛനും അമ്മയും, ബിക്കോസ് അതാണ് നമ്മുടെ ലോകം അല്ല, അങ്ങനെ വളർന്ന ഒരു ഇതില്. സോ ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. എന്നേക്കാൾ കൂടുതൽ എന്റെ അച്ഛനാണ് താല്പര്യം. ഈ സീരിയൽ ഫീൽഡിൽ വന്നതിന് കാരണവും അച്ഛൻ തന്നെയാണ്. ആക്ടിങ് ഫീൽഡിലേക്ക് വരാനുള്ള കാരണവും അച്ഛൻ തന്നെയാണ്. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്ന്. അപ്പൊ അങ്ങനെ അച്ഛക്ക് കുറെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും അഭിനയിക്കാറുണ്ട് സീരിയൽസിലൊക്കെ. അപ്പൊ അങ്ങനെ അച്ഛന്റെ കുറെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സീരിയലിലോട്ട് വരുന്നത്. എന്തായി നമ്മുടെ കൂട്ടുകാരി? നമുക്ക് ഇത് വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ചിട്ട് അതിലോട്ട് അടുത്ത സാധനങ്ങളൊക്കെ ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാമേ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതിലോട്ട് നമ്മള് വൈറ്റ് ചെന്ന ആഡ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണ്. അപ്പൊ പെട്ടെന്ന് സെറ്റ് ആവും. ഈ അരപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ എന്നിട്ട് വറുത്ത് വെച്ച തേങ്ങ ലാസ്റ്റ് ആണോ ഇടുന്നത്? അത് ഏറ്റവും അവസാനം ഇടാം. ഇത് ഇടുമ്പം തേങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ല് വരും. ഇതിലൊരു സീക്രട്ട് കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഇതിൽ കുറച്ച് സ്വീറ്റ്നെസ് കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ശർക്കര ആഡ് ചെയ്യാം. അപ്പം ഈ ടേസ്റ്റ് ബാലൻസ് ആവും. ശർക്കര വേണോ ഇതിന്? കുറച്ച്. ചിലടത്ത് സാമ്പാറിൽ വരെ ശർക്കര ഇടും അല്ലേ? പക്ഷെ നമ്മളത് കഴിക്കുമ്പോ റിയലൈസ് ചെയ്യാറില്ല. പക്ഷെ ആക്ച്വലി അതൊരു ബാലൻസ് ആവും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇതിനൊരു ഭയങ്കര ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഫീൽ ചെയ്യുന്നു. നല്ലൊരു വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതിലോട്ട് നമുക്കിനി ഞാൻ ആദ്യം പറഞ്ഞ തേങ്ങ ഒക്കെ വറുത്ത് വെച്ചത്, ഇത് ജസ്റ്റ് വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം, തേങ്ങയും അതുപോലെ തന്നെ ചുവന്നമുളക്, വറ്റൽമുളക്, കടുക്, കറിവേപ്പിലെല്ലാം. അപ്പൊ ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? അതെ. ഇല്ല, ഇതിന്റെ അകത്ത് കുറച്ച് താളിക്കാനും കൂടി ഉണ്ട്. ഇനി താളിക്കും. ഓൾമോസ്റ്റ് ആയിന്ന് തോന്നുന്നല്ലേ? അപ്പം നമുക്ക് ഇതിന്റെ അകത്ത് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് എരിവിന്. നമ്മള് തീ ഓഫ് ചെയ്തോ? നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്തായാലും. കുറച്ച് കുരുമുളക് പൊടി, ഒരു എരിവ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് ഇടുമ്പോ. പിന്നെ അതിന്റെ കൂടെ തന്നെ ടേസ്റ്റിന് നെയ്യും വേണം. അതിന് പിന്നെ നമ്മുടെ മിൽമ നെയ്യുണ്ട്. കേരളം കണി കണ്ടുണരുന്ന നന്മയായതുകൊണ്ട് നമ്മൾ കുറച്ച് നന്മയും സ്വാദും ടേസ്റ്റും എല്ലാം കൂടി ചേർത്ത് ഒരു സ്പൂൺ നെയ്യ്. നമുക്ക് താളിക്കണ്ടേ? താളിക്കണം. അതിനിപ്പം നമുക്ക് ക്ലൈമാക്സോടെ ഈ ഒരു ചെറിയ പാത്രം ഉണ്ട്. നമുക്ക് ഈ പാത്രം മാറ്റി വെച്ചിട്ട് ഇതിലൊന്ന് താളിച്ചാലോ? ഓൺ ചെയ്തോ? നെയ്യിലാണോ താളിക്കുന്നത്? അല്ല, എണ്ണയിൽ. ഓക്കെ. അത് നമ്മളെ ബെസ്റ്റ് ഗോൾഡ് സൺഫ്ലവർ ഓയിൽ. എണ്ണ ഒഴിച്ചിട്ട് കടുക്, ആദ്യം ഉഴുന്നാണോ ഫസ്റ്റ് ഇടുന്നത്? യെസ്. ഉഴുന്നിട്ടിട്ട് പിന്നെ അതിലോട്ട് നമ്മള് കുറച്ച് കടുക്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ആയിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. ഓക്കെ. ഇനി
ഇതിനകത്തോട്ട് നമുക്ക് താളിച്ചതിടാം. ലക്ഷ്മി കുട്ടിയുടെ സ്പെഷ്യൽ കൂട്ടുകറി റെഡി. എന്താ ലുക്ക്! ടേസ്റ്റ് ചെയ്താലോ? കുറച്ച് വൈറ്റനിയും വെജീസും ഇട്ട്. ഈശ്വര! ഓ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. സൂപ്പർ സൂപ്പർ. ശരിക്കും കുക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയണ കുട്ടി. അടിപൊളി. കഴിച്ചോക്കാം. അഭിമാനം തോന്നും. ഇത് ആക്ച്വലി ചുമ്മാ സ്നാക്ക് ചെയ്യാനും കൊള്ളാട്ടോ അല്ലേ? നല്ല ചെനയുള്ളതുകൊണ്ട് അഫ്കോഴ്സ് പ്രോട്ടീൻ റിച്ച്, കുറെ വെജിറ്റബിൾസ് ഉണ്ട്, ഫൈബറും ഉണ്ട്. അടിപൊളി സംഭവം. അടുത്തത് ടെൻഡർ കോക്കനട്ട് പായസം. പായസം ഇതിന് കുറച്ച് എരിവുണ്ട്, അപ്പൊ ഒരു മധുരം ആവാം. നമുക്കെന്നാ ഇളനീർ പായസം അല്ലേ? ഇളനീർ പായസം അതിലേക്ക് കിടന്നാലോ? നമ്മളെ കുറെ പ്രീമിയം റെസ്റ്റോറൻറ്റ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ശരിക്കും പറഞ്ഞ ഈ ഇളനീർ പുഡിങ്, ഇളനീർ പായസം അല്ലേ? അപ്പൊ അതാണ് ഇന്ന് എളുപ്പം. ഇതും എളുപ്പമാണോ? ഇതും എളുപ്പമാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ആദ്യം പാത്രം വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഹോക്കിൻസിന്റെ ഫ്യൂറ്റൂറയുടെ പാത്രമുണ്ട്, നമുക്ക് അതിൽ തന്നെ ചെയ്താലോ? എന്നിട്ട് ആദ്യം എന്താണ് ഇടുന്നത്? ആദ്യം നമുക്ക് നെയ്യാ വേണ്ടത്. നമ്മുടെ കിസ്മിസ് ഇതും വറുത്തിടാൻ. ഓക്കെ, നമുക്ക് നെയ്യ് എടുക്കാം. ഓക്കെ, അപ്പൊ മിൽമ നെയ്യ് ഫസ്റ്റ് കിട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യനട്ടും അതുപോലെ തന്നെ കിസ്മിസും ഉണക്കമുന്തിരി നമുക്കത് വറുത്തിട്ട് മാറ്റി വെക്കാൻ. മാറ്റി വെക്കണ്ട. ഇതിൽ തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, എല്ലാം എളുപ്പപ്പണിയാ. കൊള്ളാം. ഞാനൊരു പാത്രം അന്വേഷിച്ചോണ്ടിരിക്കുന്നു. പാത്രം വളരെ എളുപ്പമാണെന്ന് തോന്നല്ലോ. എല്ലാം നമുക്ക് ഒറ്റ പാത്രത്തിൽ തീർക്കാം. ഓക്കെ, അപ്പൊ അത് വറുത്ത് വരുന്ന ടൈമിൽ പറ എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്ക്. ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാല് നമുക്ക് കരിക്ക്, ഇളനീരിന്റെ കാമ്പും കൂടി മിക്സ് ചെയ്തതായത് മിക്സിയിലിട്ട് അടിച്ചത്, പ്യൂരേ പോലെ അതുപോലെ ആക്കിയത്. പിന്നെ പഞ്ചസാര വേണം, പാല് വേണം, തേങ്ങാപ്പാല് വേണം. ഇത് പിന്നെ കടിക്കാൻ വേണ്ടി കുറച്ച് പീസസ്, പിന്നെ ഏലക്കന്റെ പൊടിയ, പിന്നെ ഉണക്കമുന്തിരി. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കാമേ. നമുക്ക് പാൽ ഒഴിക്കാമേ, ഒത്തിരി ഇതാവണം. ഇത് നമ്മുടെ പശുമ്പാല്. ജസ്റ്റ് ഇത് ഒരുപാട് നമുക്ക് അങ്ങനെ തിളപ്പിക്കണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ഇടുന്നത്? ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം ആവശ്യത്തിന്. ഏലക്കായും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം. ഓക്കെ, ഈ ഓണ സമയങ്ങളിലൊക്കെ എല്ലാവരും പുതിയ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. ഡ്രസ് ആണെങ്കിലും വീട്ടിലുള്ള അടുക്കള ഐറ്റംസ് ആണെങ്കിലും. അമ്മയൊക്കെ എന്താണ് ഷോപ്പ് ചെയ്യുക? എവിടുന്നാ ഷോപ്പ് ചെയ്യുക? അമ്മയ്ക്ക് പാത്രങ്ങളോടൊക്കെയാണ് ഭയങ്കര ക്രേസ്. എന്നാ അമ്മയോട് പറഞ്ഞു കൊടുക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മുടെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസില് നല്ല അടിപൊളി ഓഫർ നടന്നുകൊണ്ടിരിക്കുക. എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ അമ്മേനെ കൂട്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വമ്പൻ ഓണത്തിന് പറ്റിയ കൊമ്പൻ ഓഫറാണ് അവിടെ ഓരോ ഐറ്റംസിന്. ഞാൻ എൻ്റെ അടുത്ത് പറയാം, എന്തായാലും നമുക്ക് പോവാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാമേ, ഈ പ്യൂരി. എനിക്ക് തോന്നുന്നു നല്ല ക്രീമി പായസമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇതൊരു പൊളി സാധനമായിരിക്കും. നമുക്ക് കുറച്ച് മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ കേട്ടോ. ഈ ഇളനീര് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അപ്പൊ ലാസ്റ്റ് കടിക്കുമ്പോ കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഇതൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് തേങ്ങ ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഇടുന്നത് അല്ലേ? ഓക്കെ, നല്ല തിക്കാവുന്നുണ്ട്. അതെ. അതിലോട്ട് നമുക്ക് ഈ കരിക്കിന്റെ ചെറിയ പീസ് കടിക്കാൻ വേണ്ടിട്ട് ഇട്ടു. എന്നിട്ട് ഇത് ലാസ്റ്റ് എന്താണ് നമ്മുടെ തേങ്ങാപ്പാൽ. ഓക്കെ,
ഞാൻ നല്ല അടിപൊളി കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രസന്റേഷൻ യെസ്. ശരിക്കും ആരാ? അങ്ങനെയൊന്നല്ല, ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അപ്പുറത്തെ സംഭവം കേട്ടോ നമ്മുടെ CID ഷൈനി. അതിനകത്തോട്ട് ഇട്ടോ, ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചേട്ടെ. നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ ടെൻഡർ കോക്കനട്ട് പായസവും റെഡി. വേറെ ലെവലാണ് കേട്ടോ പ്രസന്റേഷൻ ഒക്കെ. അപ്പോ നമുക്കെന്നാ ടേസ്റ്റ് ചെയ്താലോ? ടെസ്റ്റിംഗ് ടൈം. ചേച്ചി കഴിക്കാം. അതെന്നാ കഴിച്ച് നമുക്ക് എന്നിട്ട് ഞാൻ കഴിക്കാം. ഓക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ. ഓക്കെ, സൂപ്പർ, അടിപൊളി. ആ തേങ്ങയുടെ കൊത്തും കൂടെ ചേർത്ത് കഴിച്ചു നോക്ക്. സൂപ്പർ സാധനം അല്ലേ? ഓവർ മധുരമില്ല, എടുത്ത് നിൽക്കുന്നത് ഇളനീരിന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ ഇളനീര്, കുറച്ച് കടിക്കാൻ കിട്ടുന്ന നട്ട്സ്, കാഷ്യൂ ആണെങ്കിലും കിസ്മിസ് ആണെങ്കിലും, പിന്നെ ആ ഒരു കണ്ടൻസ് മിൽക്കിന്റെ ഒരു ക്രീമി ടെക്സ്ചർ, എല്ലാം ഇതൊരു സൂപ്പർ ഐറ്റമാണ്. ഈ ഓണത്തിന് ഒരു വെറൈറ്റി പായസം വേണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഷോർലി റെക്കമെൻഡ് കലക്കി. ഇത്രയും സ്വാദുള്ള കൂട്ടുകറിയും നല്ല വെറൈറ്റി ഇളനീർ പായസം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കുറച്ചേരം അപ്പുറം പോയി ഇരുന്നാലോ? വാ. അപ്പൊ ലക്ഷ്മിക്കുട്ടി, ഒരു കാര്യം ചെയ്യട്ടെ. ഈ അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമായിരിക്കില്ലല്ലോ നമ്മൾ ചെറുപ്പം മുതല്. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാ അതർ ദാൻ ആക്ടിങ്? അങ്ങനെ ചോദിച്ചാല് ഇപ്പൊ ഓൾറെഡി പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇതിപ്പോ കഴിഞ്ഞ് എന്തെങ്കിലും എന്താ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ജോലി ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതില് ഒരു ഫുൾ ടൈം കരിയർ വേണം എന്നില്ല? അങ്ങനെയല്ല, നമുക്ക് ഈ പാഷനാണിത്. പാഷനാണ്. അച്ഛന്റെ ഇഷ്ടമാണ്. സീരിയസ്ലി ഇവിടെ വന്നിട്ടാണ് ഞാനും ഇതിലോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. എനിക്ക് ആദ്യം ഇങ്ങനെ അഭിനയിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. അയ്യോ ഇവിടെ വന്നുകഴിയുമ്പോ എങ്ങനെയായിരിക്കും, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷെ അച്ഛനാണ് നിർബന്ധിച്ച് കൊണ്ടുവന്നത്. വാ നമുക്ക് ചെയ്ത് നോക്കാം, നിന്നെ കൊണ്ട് പറ്റും, അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കും. നമുക്ക് ആ ഒരു ഇഷ്ടം അങ്ങ് വന്നു തുടങ്ങി. അതെ അതെ. ലക്ഷ്മിക്കുട്ടിക്ക് നല്ലൊരു ഭാവി സീരിയലിലും സിനിമയിലും. ഒപ്പം ഇനിയും ചെറിയ പ്രായമാണ്, ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുക്കാം, നമുക്ക് മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്യാം. ദൈവം സഹായിച്ച എല്ലാം നടക്കട്ടെ. അപ്പൊ താങ്ക് യു. ഈ ഓണം എനിക്ക് ഭയങ്കര നല്ലൊരു മെമ്മറി ടു മൈ ടേസ്റ്റ് ബഡ്സ് ലക്ഷ്മിക്കുട്ടി തന്നു. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ പോണ വഴിക്ക് വെറും കൈ കൊണ്ട് പോണ്ട. ഞാൻ കുറച്ച് ഗിഫ്റ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഓണവും മധുരിക്കട്ടെ. ഈസ്റ്ററിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്, പിന്നെ മിസ്റ്റർ ഗോൾഡ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിന്റെ ഒരു ഗിഫ്റ്റ്. നിങ്ങളും ഹോക്കിങ്സും ജീവിതത്തിന്റെ ശരിയായ താളമേളം. നെക്സ്റ്റ്, സൗത്ത് ഇന്ത്യയിൽ സ്കിന്നിന് വേണ്ടി പ്രത്യേകം ഫോർമുലേറ്റ് ചെയ്ത പ്രോഡക്ട്സുമായിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട് ഫ്രം EIQ കോസ്മെറ്റിക്സ്. പിന്നെ ഹോം കെയർ പ്രോഡക്ട്സ്, ഫേഷ്യൽ കെയർ, ഒപ്പം പ്രൊഫഷണൽ സർവീസസ് എല്ലാം നൽകുന്ന നിവാമെഡിന്റെ ഒരു സ്പെഷ്യൽ ഹാമ്പർ. ഡോക്ടർമാർ തയ്യാറാക്കുന്ന ആയുർവേദിക് പ്രോഡക്ട്സ് ആയ അലിയോർ എലിക്സർ ആയുർവേദയുടെ ഗിഫ്റ്റ് ഹാമ്പർ. ഓരോ അച്ചാറിലും ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ഇസോറ ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു ഹാമ്പർ. ക്വാളിറ്റി യു ക്യാൻ ട്രസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LG ഓഫ് ബാത്ത് ഒരു ഗിഫ്റ്റ്. താങ്ക് യു. ലോകത്തിൽ ആദ്യമായിട്ട് പച്ചവെള്ളത്തിൽ തയ്യാറാക്കാവുന്ന ഇടിയപ്പപ്പൊടി. മേജറിന്റെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഉടൻ തന്നെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.